മാറാത്തത് മാറും എന്നാണല്ലോ നമ്മുടെ മുദ്രാവാക്യം. നിങ്ങൾ എങ്ങനെയാണ് അരുവിക്കരയെ മാറ്റിയെടുക്കാൻ നോക്കുന്നത്? മാറാത്തത് മാറും, മാറുന്നത് BJP-യിലൂടെയാണ്. നോക്കൂ, ഈ അസംബ്ലി മണ്ഡലം ആരനാട് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് അരുവിക്കരയിലേക്ക് മാറിയതിന് ശേഷവും രണ്ട് മുന്നണികളുടെയും MLA-മാരാണ് ഈ അരുവിക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ രണ്ട് MLA-മാർ വന്നിട്ടും, രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ MLA-മാർ വന്നിട്ടും ഈ ആരനാടിൻ്റെയും അരുവിക്കര അസംബ്ലി മണ്ഡലത്തിലെ യാതൊരു വികസനവും നടന്നിട്ടില്ല. അരുവിക്കരയിൽ ചിത്രം തെളിയുകയാണ്. BJP-യുടെ സ്ഥാനാർത്ഥി രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ പ്രവർത്തകർ എങ്ങനെയാണ് ഇതിനെ? വളരെ 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 ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകർ. ഈ രാത്രിയിലും നമ്മുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ്. നമ്മളെ സംബന്ധിച്ച് കുറച്ച് ദിവസം വൈകിപ്പോയി എന്നുള്ളതല്ലാതെ നമ്മുടെ സ്ഥാനാർത്ഥിയായാലും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയമായാലും അരുവിക്കരയിലെ ജനം ഏറ്റെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ പോലും നമ്മുടെ പ്രവർത്തകർ വളരെ ഊർജ്ജസ്വലരായി നമ്മളെ തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. ഈ മാറാത്തത് മാറും എന്നാണല്ലോ നമ്മുടെ മുദ്രാവാക്യം. നിങ്ങൾ എങ്ങനെയാണ് അരുവിക്കരയെ മാറ്റിയെടുക്കാൻ നോക്കുന്നത്? മാറാത്തത് മാറും, മാറുന്നത് BJP-യിലൂടെയാണ്. നോക്കൂ, ഈ അസംബ്ലി മണ്ഡലം ആരനാട് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് അരുവിക്കരയിലേക്ക് മാറിയതിന് ശേഷവും രണ്ട് മുന്നണികളുടെയും MLA-മാരാണ് ഈ അരുവിക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ രണ്ട് MLA-മാർ വന്നിട്ടും, രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ MLA-മാർ വന്നിട്ടും ഈ ആരനാടിൻ്റെയും അരുവിക്കര അസംബ്ലി മണ്ഡലത്തിലെ യാതൊരു വികസനവും നടന്നിട്ടില്ല. ഇവിടുത്തെ നിലവിലുള്ള സിറ്റിംഗ് MLA പറയുന്നത് റോഡ് കാണിച്ചുകൊണ്ടും വെയിറ്റ് ഷെഡ് കാണിച്ചതുകൊണ്ടും കല്യാണ വീടുകളിൽ പോയി ലൈവായി നിൽക്കുന്നത് കൊണ്ടും ഒരു വികസനമാണെന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റില്ല. നോക്കൂ, ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ആദിവാസി സഹോദരങ്ങൾ ഒരുപാടുള്ളൊരു മണ്ഡലമാണ് അരുവിക്കര. വിതുരയായാലും തൊളിക്കോടായാലും കുറ്റിച്ചലായാലും ഒക്കെ ആദിവാസി സഹോദരങ്ങൾ ഒരുപാട് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആദിവാസി സഹോദരങ്ങളുടെ ഊരുകളിലേക്ക് കയറിപ്പോകാൻ പറ്റാതെ മുറി വാടകയ്ക്കെടുത്ത് താമസിക്കേണ്ട സ്ഥലമാണ് ഈ മണ്ഡലം. അവരുടെ വീടുകളിലേക്ക് കയറിപ്പോകാനുള്ള വഴി സൗകര്യമില്ല, വാഹന സൗകര്യമില്ല, വെളിച്ചമില്ല, അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാലയങ്ങൾക്കുള്ളൊരു സാഹചര്യം, അടിസ്ഥാന സൗകര്യമില്ല, കുടിവെള്ളമില്ല. ഈ മണ്ഡലത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. റോഡുകളുടെ വികസനം മാർക്സിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ബലാബലം പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് 60% കേന്ദ്രവും 40% സംസ്ഥാനവും ചേർന്നുകൊണ്ട് റോഡുകൾ BMC നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ അതെല്ലാം ഇവിടുത്തെ സർക്കാരിൻ്റെ MLA-യുടെയും വകുപ്പായിട്ടും അവരുടെ വികസനമായി കാണുന്നു. MLA സംബന്ധിച്ച് പ്രാദേശിക വികസന ഫണ്ട് കിട്ടും, അവരുടെ വെയിറ്റ് ഷെഡ് ഉണ്ടാകും, സ്വാഭാവികം. ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടുത്തെ 50 ചെറുപ്പക്കാരെ സംബന്ധിച്ച്, 50 യുവതി യുവാക്കളെ സംബന്ധിച്ച് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന എത്ര സംരംഭങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു? ഇവിടെ എത്ര കോളേജുകൾ, പ്രൊഫഷണലുള്ള സർക്കാർ കോളേജിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എത്രമാത്രം വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ആരോഗ്യ മേഖലയിൽ തുറഞ്ഞു വെച്ച് ഉദ്ഘാടനം കഴിഞ്ഞ ആശുപത്രി കെട്ടിടങ്ങൾ അടച്ചിട്ട് 2 വർഷമായി. വിതുരയിൽ ആശുപത്രിയുടെ കാര്യം, ഡയാലിസിസ് യൂണിറ്റ്, ഈ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളുടെയും ആശുപത്രിയുടെ ശോചനീയാവസ്ഥ വളരെ ദയനീയമാണ്. കിടത്തി ചികിത്സയില്ല, ഡോക്ടർമാരുടെ സൗകര്യമില്ല, ആദിവാസി സഹോദരങ്ങളായിട്ടുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആശുപത്രിയിൽ പോലും മരുന്നില്ല, ചികിത്സ കൊടുക്കുന്നില്ല. ആ രോഗികളെ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിടുന്ന ഒരു മണ്ഡലമായിട്ട് ഇത് മാറുമ്പോൾ ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട MLA എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം എന്തോ വലിയ വികസനം ചെയ്യുന്നതാണ്. നോക്കൂ, ആരനാട് ടൗണിൻ്റെ വികസനം നമുക്കെടുക്കാം. ആരനാട് ടൗണിലൊരു പാലത്തിലൂടെ 2 വണ്ടികൾ ക്രോസ് ചെയ്താൽ ഒരു നടപ്പാതയില്ലാത്ത ഒരു യാത്രക്കാരൻ നടന്നു പോകാൻ കഴിയില്ല. കഴിഞ്ഞ എത്രയോ കാലമായി 2 MLA-മാർ, ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും MLA ആയിട്ടുണ്ട്. ഈ ആരനാട് ടൗണിൻ്റെ വികസനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ഇവിടുത്തെ പൊതുജനം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് BJP മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം മാറാത്തത് മാറും. മാറാത്തത് മാറുമെന്ന് പറഞ്ഞാൽ രാജ്യത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കി പുതിയൊരു സംസ്ഥാനമായി രൂപീകരിക്കുന്ന തരത്തിൽ വികസനം കൊണ്ടുവരുന്ന തരത്തിലേക്ക് BJP-ക്ക് കഴിയൂ എന്നുള്ളതാണ് ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മാറാത്തത് മാറട്ടെ. അപ്പോൾ ജനങ്ങളും ഒപ്പം തന്നെ ഈ പ്രവർത്തകരുമൊക്കെ വലിയ ആവേശത്തിലാണ് അരുവിക്കരയിൽ. വരും ദിവസങ്ങളിൽ നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ ചൂടേറിയ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. ഇപ്പോൾ തൽക്കാലം ക്യാമറാമാൻ ബിനു ദൃശ്യയ്ക്കൊപ്പം അരുവിക്കരയിൽ നിന്നും ലാലഴകം വിടവാങ്ങുന്നു. നന്ദി, നല്ല നമസ്കാരം.